എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് മെയ് 18, 2026 മൺഡേ ആണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട്, റെസിസ്റ്റൻസ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. അതേപോലെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ, ഫോറക്സിൽ, ക്രിപ്റ്റോ ഇതിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ 5 മിനിറ്റിന്റെ നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ട ആളുകൾക്കെല്ലാം അറിയാം, നമ്മൾ സെൻസെക്സിനകത്ത് ഒരു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സെൻസെക്സിനകത്ത് ഒരു ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 80 to 890 വരെ പോയിരുന്ന ഒരു സ്ട്രൈക്ക്. ഓക്കെ, ആ ലെവൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസിനെ പറ്റി തന്നെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആ ലെവൽസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പയറി ഡേയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ലെവൽസാണ്. ലാസ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നത് എന്താണ്, 12-ാം തീയതി നിഫ്റ്റിയുടെ ലാസ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവൽസ് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ വീഡിയോ കാണാത്തവരാണ്, പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ലെവൽസ് എവിടെയാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇന്നും മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ലെവൽസിന്റെ ഇത് ഞാൻ വരക്കുന്നത് വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയാം ഞാൻ എന്തിനാണ് ഇവിടെ വരക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ 2 സോണാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബൈ കിട്ടി. അതിനുശേഷം എന്ത് ചെയ്തു, അതിന്റെ മുന്നത്തെ ദിവസം 13-ാം തീയതി എന്ത് ചെയ്തു, മാർക്കറ്റ് ഇതിന്റെ താഴെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ അവിടുന്ന് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും മാർക്കറ്റിൽ ഒരു ബൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാർക്കറ്റ് അതിന്റെ താഴെ പോയി, പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റിൽ അവിടുന്ന് വീണ്ടും എന്ത് ചെയ്തു, ഒരു ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ബൈയിങ് സ്റ്റാർട്ട് ചെയ്ത് കവറിങ് എന്ന് പറയുന്നത് ഈ ഒരു സോണിലാണ് വരുന്നത് അല്ലേ. അതിന്റെ സെക്കൻഡ് ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ആയിരിക്കും സെക്കൻഡ് ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് മാർക്ക് ചെയ്യുന്നു. അതിൽ നമ്മൾ ട്രേഡ് ഒന്നും ചെയ്തില്ല. പക്ഷേ നമ്മൾ നിഫ്റ്റിയിലെ ആ 2 ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ മേളത്തെ 1, 2 ഏരിയാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ അത് എക്സ്പയറിയിൽ ഉണ്ടായിരുന്ന, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, എക്സ്പയറിയിൽ കവറിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയ സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം. വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ ഈവൻ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. മാർക്കറ്റ് എന്നിട്ട് താഴെയാണ് ഓപ്പൺ ചെയ്തത്. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് നേരെ താഴോട്ടേക്ക് പോയി. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ഓക്കെ, ഈ ക്യാൻഡിൽ എടുക്കാം നമുക്ക്. 11-15 ക്യാൻഡിലിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് വീണ്ടും കവറിങ്ങിന്റെ മേലെ ക്ലോസ് കിട്ടി. മാർക്കറ്റ് റീടെസ്റ്റ് എടുത്തു, നമ്മളെ ലെവലിന്റെ റീടെസ്റ്റ് എടുത്തു. സ്വാഭാവികമായിട്ടും നമ്മളെ വ്യൂ എന്ന് പറയുന്നത് എന്താണ്, ബുള്ളിഷ് വ്യൂ ആയി. അവിടുന്ന് മാർക്കറ്റ് ഏകദേശം 240 പോയിന്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് മൂവ് ചെയ്തു അപ് സൈഡിലേക്ക്. ഇതാണ് നിഫ്റ്റിയിൽ നമ്മളെ സോണിൽ നമുക്ക് ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, അത് എന്താണ്, എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ അതിന്റെ മേലെ ആ സെക്കൻഡ് ഗ്യാപ്പിന്റെ മേലെ നമുക്ക് എന്താണ്, നമ്മളെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിരിക്കും. അതിനുശേഷം മാർക്കറ്റ് ബെൻഡ് ആയത്. ഓക്കെ, മാർക്കറ്റ് ബെൻഡായ ഏരിയാസ്. ഓക്കെ, ഇത് 14th എന്ത് ചെയ്തു, മാർക്കറ്റ് ബെൻഡായ ഏരിയ. ബെൻഡായ മീൻസ് ഇത് ഫസ്റ്റ് സപ്പോർട്ട് എടുത്തു, അതിനുശേഷം എന്ത് ചെയ്തു, അത് ബ്രേക്ക് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഇന്നത്തെ റിജക്ഷൻ എടുത്ത സമയം, ഇന്നത്തെ റെസിസ്റ്റൻസ് എടുത്തതും ഏകദേശം ആ ഒരു സോണിൽ തന്നെയാണ് എന്ത് ചെയ്ത്, മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് അവിടെ നിന്ന് 10, 60, 70 പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഫോളും ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ഇതായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് സോൺ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ മേലത്തെ ഗ്യാപ്പ്. ഓക്കെ, അവിടെ മാർക്കറ്റ് വരാത്തതുകൊണ്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് അത് മാർക്ക് ചെയ്ത് വെക്കാം. ഇൻ കേസ് നാളെ വരികയാണെങ്കിൽ എന്താണ്, അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എവിടെ എന്താണ്, മാർക്കറ്റ് ബെൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ഏരിയയിൽ എന്താണ്, മാർക്കറ്റിലെ പറ്റി സെല്ലേഴ്സ് മാർക്കറ്റിലുണ്ട്, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിൽ ബയേഴ്സും ഉണ്ട്. ഓക്കെ, ഇതിന്റെ താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീക്ക് ആവും. പക്ഷേ സ്റ്റിൽ എന്താണ്, ഇതിന്റെ മേലെ തിരിച്ചു കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ട്രെങ്ത് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 സോൺ എന്ത് ചെയ്യാം, റെസിസ്റ്റൻസ് സോണും ഈ സപ്പോർട്ട് സോണും മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ലെവൽസ് വെച്ചിട്ട് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ആക്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇന്നലെ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 hour സ്പെൻഡ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയാം, ഞാൻ ഏകദേശം സാറ്റർഡേ നൈറ്റിൽ ഓൾമോസ്റ്റ് 1 hour ഞാൻ അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ലെവൽസ് ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ലെവൽസ് ഞാൻ പറഞ്ഞു കൊടുത്തത് ഈ ഒരു ലെവലാണ് അല്ലേ, 248 to 250 എന്നുള്ള ലെവൽ. അതേപോലെ തന്നെ 350 എന്നുള്ള ലെവൽസും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 350, 366 to 364 ഈ ഒരു 2 ലെവൽ, ഈ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ വോളിയം പ്രൊഫൈലിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ലെവൽസിനെ പറ്റി ആദ്യം സംസാരിക്കാം. ഈ താഴത്തെ 2 ലെവൽസ്. ഓക്കെ, ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ എന്ത് ചെയ്തു, നമ്മളെ ഗ്യാപ്പിന്റെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തു,
ഇതിൻ്റെ ലെവലിന് മേലെയാണ് പോയത്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുട്ട് ഓപ്ഷനിൽ ബുള്ളിഷാണ്, മാർക്കറ്റ് വീക്കാണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് അത്യാവശ്യം ആ പോയിന്റ് നമുക്ക് ഫസ്റ്റ് 1 മിനിറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷേ സ്റ്റിൽ നമ്മളെ ലെവലിന് മേലെ മാർക്കറ്റ് ഒന്ന് 1 മിനിറ്റിൽ തന്നെ മാർക്കറ്റ് പോയി, ഏകദേശം 100 പോയിന്റ് മാർക്കറ്റ് മേലെ പോയി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏറ്റവും ഡിസ്കൗണ്ട് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മളെ ലെവലിൽ നമുക്ക് കിട്ടി. കാരണം ഈ ലെവൽസ് ഞാൻ ഇപ്പം പറയുന്നതല്ല, ഞാൻ സാറ്റർഡേ ഓൾമോസ്റ്റ് 1 അവർ സ്പെൻഡ് ചെയ്ത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത ലെവലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒക്കെ അല്ലാതെ ഞാൻ മാർക്കറ്റ് വന്നതിന് ശേഷം അവിടെ വന്ന് ഇവിടെ വന്നെന്ന് ഞാൻ പറയാറില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു, അതേപോലെ തന്നെ പറഞ്ഞ ലെവൽസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാറുള്ളൂ. ഓക്കെ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എന്താണ് ഒരു 3 പോയിന്റ് 4 പോയിന്റ് SL നമുക്ക് എന്ത് ചെയ്തു, ഏകദേശം ഒരു 40 പോയിന്റ് വരെ. ഓക്കെ, നമ്മൾ വലിയ ടാർഗറ്റാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ റിസ്ക് റിവാർഡ് നോക്കിക്കഴിഞ്ഞാൽ 1:18. ഇപ്പോൾ 1000 രൂപ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഏകദേശം 18,000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം 18,000 വന്നു കഴിഞ്ഞാൽ പിന്നെ ലോസ് കൊടുക്കും എന്നുള്ളത് വേറെ കാര്യം. അത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. അത്രയും റിസ്ക് റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ 1:80 എന്നുള്ള റിസ്ക് റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ലോസ് ബുക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മതി. അതിനുശേഷം എന്താണ് ഈ ലെവൽസ് ഞാൻ പറഞ്ഞു, 2 ലെവൽസ് ഫസ്റ്റ് നമ്മൾ സംസാരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, ഇതിന്റെ താഴെ മാർക്കറ്റ് പോയി, പിന്നെ ഈ ലെവലിന് മേലെ പോയാലാണ് നമ്മൾ ബൈ നോക്കുള്ളൂ. അതിന് മേലെ മാർക്കറ്റ് പോയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു സെല്ല് നോക്കുകയാണെങ്കിൽ ഏകദേശം 1:26, ഒരു 1000 രൂപ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഏകദേശം 26,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആരെങ്കിലും ലോസ് ബുക്ക് ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കിയാൽ മതി. ഓക്കെ, വേറെ ഏതെങ്കിലും സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും റിസ്ക് റിവാർഡ് കിട്ടുമെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി. കാരണം നമ്മൾ 1 മിനിറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ SL എന്ന് പറയുന്നത്. ഓക്കെ, ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കും SL. അപ്പോൾ 2 പോയിന്റിൽ നിന്ന് എന്താണ് ഇത് 2.2 പോയിന്റ് ആണ്. ഏകദേശം ഒരു 4 പോയിന്റ് 5 പോയിന്റ് നമ്മൾ കൂട്ടിക്കോ, എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്തു 1:10 മേലെ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഈ 2 ലെവൽസ് വെച്ചിട്ട് സംസാരിക്കുന്നത്. അതിനുശേഷം ഈ ലെവൽസ് എന്ന് പറയുന്നത് എന്താണ്, 15-ാം തീയതിയാണ് ഈ പ്രീമിയത്തിൽ ലോ എന്ന് പറയുന്നത്. കാരണം 12-ാം തീയതി എന്താണ് ഇത് ഓപ്പൺ ചെയ്ത് ഏകദേശം 229-ലാണ്. അതിനുശേഷം ലോ ഉണ്ടാക്കിയത് എവിടെയാണ്, 157 ഉണ്ടാക്കി 15-ാം തീയതിയാണ്. 15-ാം തീയതി ലോയിൽ മാർക്കറ്റ് കവർ ചെയ്ത ഏരിയ ആണ്. വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ കവറിംഗ് റേഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ഏരിയ ആണ്. മാർക്കറ്റ് അവിടെ നിന്ന് ഏകദേശം എത്ര പോയിന്റ് പോയിട്ടുണ്ട്, 37 പോയിന്റ് പ്രീമിയം മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിഫ്റ്റിയുടെ കാര്യമല്ല, പ്രീമിയം മൂവ് ചെയ്ത കാര്യങ്ങളാണ്. 37 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ലെവൽസിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഡേയിലും ഈ ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഒരു നെക്സ്റ്റ് ഇനി ബൈ വരണമെങ്കിൽ ഇതിന്റെ മേലെ പോകും. ഇതിന്റെ മേലെ ബൈ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതെന്താണ് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. പിന്നെ ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ലെവൽസ് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ച് നോക്കാം നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം 10 കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ലെവൽസാണ്. ഈ ഒരു ലെവൽസിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലെവൽസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ലോ വരക്കുന്ന സമയത്ത്, ഓക്കെ, കാരണം ഫസ്റ്റ് ഒരു സിംഗിൾ ലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. നമ്മൾ കുറേ ഈ ലോ വരക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസിനകത്ത് നമ്മൾ ഇനിയും കിട്ടുകഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സ്പേസ് അവിടെ കിട്ടത്തില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഇത് ഫസ്റ്റ് ഗ്യാപ്പ് സെക്കൻഡ് ഗ്യാപ്പ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിസ്റ്റ്. ഈ ലെവൽസ് ഞാൻ അതിനെപ്പറ്റി ആ ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ടാണ് ഈ ലെവൽസ് ഞാൻ പറയുന്നത്. ഓക്കെ, കാരണം മാർക്കറ്റ് എന്താണ്, ഇത് സെക്കൻഡ് ഗ്യാപ്പ്, ഫസ്റ്റ് ഗ്യാപ്പ്, സെക്കൻഡ് ഗ്യാപ്പ്. ഓക്കെ, ആ ലെവൽ മാർക്കറ്റിന് എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടായത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും എന്ത് ചെയ്തു, മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാർക്കറ്റ്, ഓക്കെ, ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ നമ്മൾ രാവിലെ തന്നെ ഒരു ബൈ ഇട്ടുണ്ടായിരുന്നു. പുട്ടിന്റെ നമ്മൾ ബൈ ഇട്ടുണ്ടായിരുന്നു. ഏകദേശം 311 റേഞ്ചിലാണ് നമ്മൾ ബൈ ഇട്ടുണ്ടായിരുന്നത്. അത് 360 എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഫ് ബുക്ക് ചെയ്യുക, ബാക്കിയുള്ളത് SL 311 നമ്മൾ ട്രേഡ് ചെയ്തെങ്കിൽ SL എടുത്തിട്ട് 340 ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ലെവല് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് വീക്ക് ആവുന്നു 100% ഷുവർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 340 ബിലോ SL ട്രെയിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, 340 ഹിറ്റായി മാർക്കറ്റിൽ റീടെസ്റ്റ് എടുത്തു. അവിടെ നിന്ന് ഏകദേശം 160 പോയിന്റാണ് എന്ത് ചെയ്ത് പ്രീമിയം ഡൗൺ ആയിട്ടുള്ളത് മാർക്കറ്റിൽ. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ലെവൽസ് ഞാൻ ഇപ്പോഴാണ് പറയുന്നത്, കാരണം വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ വോളിയം പ്രൊഫൈലിൽ പഠിച്ച എല്ലാവർക്കും അറിയാം എവിടെയാണ് ലാസ്റ്റ് കവറിംഗ് എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ ഈ ലെവൽസ് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ കൊടുത്തതാണ്. ഇത് 2 ലെവൽസിനെ പറ്റിയിട്ടും അതിനുശേഷം ഈ ലെവൽസ് ഞാൻ കൊടുത്തതാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഹൈ വന്നിരിക്കുന്ന കറക്റ്റ് ലെവലിലാണ് സപ്പോർട്ട് എടുത്ത് ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് ഡൗൺ ആയി. ഓക്കെ, അപ്പോൾ ഈ 1, 2, 3 ലെവൽസ്, ഈ 4 ലെവൽസ് വെച്ചിട്ട് തന്നെ മാർക്കറ്റിൽ ഈസി ആയിട്ട് ഇന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിഫ്റ്റി എവിടെയാണ്, നമ്മൾ നിഫ്റ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഏകദേശം എന്താണ് മാർക്കറ്റ് 10:50 11 മണിക്കാണ് മാർക്കറ്റ് എന്ത് ചെയ്തത് അതിന്റെ മേലെ പോയത്. അതിന്റെ മേലെ നിന്ന് ബൈ എടുത്തു കഴിഞ്ഞാലും ഏകദേശം 100-140 പോയിന്റ് പ്രീമിയം ഡൗൺ ആയിട്ടുണ്ട്. അപ്പം കോൾ ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അത്രയും പോയിന്റ് കോൾ ഓപ്ഷനിൽ ട്രേഡ് ചെയ്ത ആളുകൾക്കും കാരണം ഞാൻ ഈ കോൾ ഓപ്ഷന്റെ ചാർട്ട് കാണിക്കാത്തത് ഞാൻ പുട്ട് ഓപ്ഷന്റെ ചാർട്ടിൽ മാത്രമാണ് വോളിയം പ്രൊഫൈലിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായത്. പോയിന്റ്സ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സാറ്റർഡേ ഞാൻ ഡിസ്കസ് ചെയ്തത്
പുട്ട് ഓപ്ഷനിലെ ചാർട്ട് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്ത് ഈ ലെവൽസുകളാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത എക്സ്പയറി വരെ ഈ ലെവൽസുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ലെവലും പ്ലോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, 340 ബിലോ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ നിന്നാണ് എടുക്കേണ്ടത്, കോൾ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, കോൾ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, കാരണം SL നമുക്ക് ആ വരുന്നത് ഈ 4.5 പോയിന്റിലാണ് നമുക്ക് SL വരുന്നത്. അത് അതേപോലെ തന്നെ എന്ത് ചെയ്തു മാർക്കറ്റിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽസുകളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്ത ലെവൽസുകളാണ്, ഇതെല്ലാം ഒന്നുകൂടി പറഞ്ഞു തരുന്നത്. കാരണം കൊടുക്കാത്ത ലെവൽസിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കുക, ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നെക്സ്റ്റ് നാളെ എക്സ്പയറിക്കും ഈ ലെവൽസുകളെല്ലാം എന്തായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഉള്ളത്. ഓക്കെ, പിന്നെ നിഫ്റ്റിയുടെ ഞാൻ തന്നിരിക്കുന്ന സപ്പോർട്ടോ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഗോൾഡിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 62. ഓക്കെ, ഗ്രൂപ്പിലും നമുക്ക് 2 ഗ്രൂപ്പാണ് ഉള്ളത്. ഒന്ന് വോളിയം പ്രൊഫൈൽ കഴിഞ്ഞ ആളുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, അത് ഓപ്പൺ ഗ്രൂപ്പാണ്. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, ഡിസ്കഷൻസ്, എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് ടെലിഗ്രാമിലുള്ള ഗ്രൂപ്പാണ്, അത് ഫ്രീ ഗ്രൂപ്പാണ്, ആർക്ക് വേണമെങ്കിലും അതിനകത്ത് ജോയിൻ ചെയ്യുക. അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ 62 എബോവ് ആണ് നമ്മൾ ഗോൾഡിൽ ബൈ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, കാണാത്ത ആളാണെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഞാൻ അത് ഇന്നലെ ആയിരിക്കും ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. സൺഡേ ആണ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മേലെയാണ് നമുക്ക് ബൈ പോകുള്ളൂ, കാരണം ഇത് റെസിസ്റ്റൻസ് ആണ്. കഴിഞ്ഞ ദിവസത്തെ വോളിയം പ്രൊഫൈൽ വെച്ച് നോക്കാനുള്ള നമ്മളെ സെക്കൻഡ് ഗ്യാപ്പാണ് ഈ ഒരു ലെവൽ. അവിടെ നമ്മൾ എന്ത് ചെയ്ത് 62 വന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് 62 അല്ല 56 സെല്ലിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം SL എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ SL വരിക, ഏകദേശം 6 പോയിന്റാണ് SL വരിക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരുന്നത്, ഏകദേശം 30. കാരണം 30 എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഫസ്റ്റ് ഗ്യാപ്പാണ് ഇത്. ഓക്കെ, ഏകദേശം 26 പോയിന്റാണ് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വന്നിട്ടില്ല. 6 പോയിന്റ് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ കറക്റ്റ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അവിടെ തന്നെയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ 2 ലെവൽസ് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ലെവൽസ് മീൻസ് ഇതൊരു സോണ്, ഇതൊരു സോണ്. ഓക്കെ, ആ 2 സോണിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് രാവിലെ ബ്രേക്ക് ചെയ്തു, ഇതൊരു കവറിംഗ് സോണാണ്. വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്ക് അറിയാം എന്താണ് കവറിംഗ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും കവറിംഗ് സോൺ ആയതുകൊണ്ട് ഇത് ഹെവി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ താഴെ മാർക്കറ്റ് വീക്ക് ആകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഓരോ ലെവൽസ് അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇതിപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ ബൈ ഇടുന്ന ഒരാൾക്ക്, കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഗ്യാപ്പാണ് മാർക്കറ്റ്, ഇന്നലെ സെക്കൻഡ് ഗ്യാപ്പ് ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അത് താഴോട്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായി. ഇവന്തോ ഒരു 2 പോയിന്റ് 3 പോയിന്റ് റിസ്ക് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ 20-30 പോയിന്റ് നമുക്ക് ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ മാർക്കറ്റ് പക്കാ സൈഡ് വൈസ് ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞതാണ് മാർക്കറ്റ് 7 മണി മുതൽ ഏകദേശം ഇപ്പോൾ ടൈം 5 മണി വരെ മാർക്കറ്റ് ആ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ നമ്മളെ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സപ്പോർട്ട് റെസിസ്റ്റൻസ് 2 പ്രാവശ്യം അവിടെ വന്നു, മാർക്കറ്റ് 2 പ്രാവശ്യം അവിടെ സെല്ല് വന്നു. ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നത് നമ്മളെ കറക്റ്റ് ലെവൽസിലാണ്, ഇപ്പോൾ റിജക്ഷൻ അടിക്കുന്നത് നമ്മളെ ലെവൽസിലാണ്. അപ്പോൾ ഇതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഏറ്റവും ചെറിയ ലോസ്, ഓക്കെ, ഏറ്റവും ചെറിയ റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ പോയിന്റ് നിങ്ങൾക്ക് അവിടെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് വോളിയം പ്രൊഫൈലിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ, പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, പഠിച്ചിട്ട് അത് മാത്രം ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെയും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലെവൽസുകൾ മാർക്ക് ചെയ്ത് വെക്കാം നെക്സ്റ്റ് നാളത്തേക്ക് വേണ്ടിയിട്ട്. പിന്നെ എക്സ്പയറിയുടെ എങ്ങോട്ടാണ് വ്യൂ എന്നുള്ളത് നമ്മൾ ഡാറ്റ വന്നതിന് ശേഷം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.